നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കേക്ക് സ്വീറ്റ് അല്ല, കുറച്ച് എരിവുള്ള ചിക്കൻ കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ചിക്കന് പകരം വെജ് കേക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബീഫും വെച്ചും കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇലക്ട്രിക് അവനൊന്നും ഇല്ലാതെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചിക്കൻ കേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 6 കഷ്ണം ചിക്കൻ പീസ് എല്ലില്ലാത്തതാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം മുളക് പൊടി, മഞ്ഞൾ പൊടി, മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. ഇത് ഫ്രൈ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, നമുക്ക് വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്താലും മതി, ഒന്ന് വേവിച്ചെടുത്താലും മതി. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റിയേ ഉള്ളൂ. ആ എണ്ണയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിനകത്ത് അല്പം ചൂടുണ്ട്, ഫ്രൈ ചെയ്ത് കോരി എടുത്തോളൂ. അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി, അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അതും ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇപ്പോൾ ഏതാണ്ട് ചൂടാറി വന്നുണ്ടാകും. അപ്പം നമുക്കതൊന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കിള്ളിയെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ ഇതിൽ ഉപ്പ് കൂടിപ്പോകാതെ നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് വേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ അതിനകത്ത് മുളക് പൊടിയൊക്കെ ചേർത്തതാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഷ്രെഡഡ് ചിക്കനും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതവിടെ ആ മസാല അവിടെ നിന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ 1 കപ്പ് മൈദ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും വേണം. 2 കോഴിമുട്ട നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 1 കപ്പ് മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. ആദ്യം തന്നെ നമ്മൾ മൈദ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബ്ലേഡിൽ സ്റ്റക്കായിട്ടിരിക്കും. അപ്പോൾ ആ വെള്ളവും ഓയിലൊക്കെ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അടിക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ 1 കപ്പ് മൈദ ഓൾറെഡി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അതിനകത്തേക്ക് ആ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ 1 കപ്പ് മൈദയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചിട്ട് വരാം. നമ്മൾ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്, ആ ഉപ്പ് മതി. പിന്നെ 2 മുട്ട തന്നെ, കോഴിമുട്ട തന്നെ ആവശ്യമുള്ളൂ. അത് നമ്മൾ 2ഉം ചേർത്ത് കൊടുത്താണ്. കോഴിമുട്ട എടുക്കുമ്പോൾ അല്പം വലിയ കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ബാറ്റർ ഇതുപോലെ തിക്കായിരിക്കണം, ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ നമുക്കതിന് ആവശ്യമായ വെള്ളം അല്പാൽപ്പം മാത്രം ഒഴിച്ചിട്ട് നോക്കണം കേട്ടോ. പിന്നെ മൈദയുടെ മെഷർമെൻറ്റൊക്കെ അല്പം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കേക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. കേക്ക് ഉണ്ടാക്കാൻ പോണ തവയിൽ അല്പം നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്ററിൻ്റെ പകുതി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സ്പൂൺ വെച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ അല്പം ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. കേക്കിൻ്റെ തിക്നെസ് ആ പാൻ അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഇനി നമുക്ക് ചൂടാറിയ മസാല ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം.
എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി അതിൻ്റെ മുകളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എത്താത്ത സ്ഥലത്ത് നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ചെറിയ ചൂടിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കേക്ക് നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടും, അല്ലെങ്കിൽ ഉള്ളൊന്നും വേകാതെ തന്നെ ഇരിക്കും. മിക്ക പുതിയ സ്റ്റൗവിലും അല്പം നമ്മൾ സിമ്മിൽ വെച്ചാലും ഏതാണ്ട് മീഡിയം ഫ്ലെയിം എന്ന പോലെ തന്നെ കത്താറുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്റ്റൗവിൽ ഇതുപോലെ പരന്ന ഒരു ഇൻഡാലിയത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയോ ഒരു തവ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ പാൻ എടുത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നിങ്ങൾ ഇടയ്ക്ക് നോക്കണം, ചെക്ക് ചെയ്യണം അത് വെന്തോന്ന്. ഇത് ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റ് ആയപ്പോഴത്തേക്ക് എനിക്കിത് വെന്ത് കിട്ടിയ ഒരു ഭാഗം. എന്നിട്ടത് വീണ്ടും ഒന്ന് മറിച്ചിട്ടിട്ട് മറുഭാഗം അതിൻ്റെ അടിഭാഗം ഒരു 6 മിനിറ്റ് ആയപ്പോൾ അതും എനിക്ക് വെന്ത് കിട്ടി. അത് നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ആ ചൂടിൻ്റെയൊക്കെ അനുസരിച്ചാണ് അത് വേകണത്. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അങ്ങനെ പൊങ്ങി കിട്ടില്ല. ഇതേതാണ്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ആ മൂടി ഒന്ന് മാറ്റി കൊടുക്കാം. കുറച്ച് ഹൈറ്റുള്ള മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റും കൂടി സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുക്കിംഗ് ടൈം കൃത്യം ഇതാവണമെന്നില്ല കേട്ടോ. ഓരോരുത്തർ എടുക്കുന്ന ബാറ്ററിൻ്റെ തിക്നെസ്സും അളവൊക്കെ അനുസരിച്ച് കുക്കിംഗ് ടൈമിലും മാറ്റം വരും കേട്ടോ. ആദ്യത്തെ ഭാഗം നന്നായിട്ട് കുക്കാകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പം ഞാൻ ആ സ്മെല്ല് വരുന്ന ടൈമിലാണ് ഇത് മറിച്ചിടാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.